ഹലോ ഫ്രണ്ട്സ്, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഞാനും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയായതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് അമൃത ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. സോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് പുറത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുന്നത്. ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാലിക്കറ്റ് ബ്രാഞ്ചിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പക്ഷെ പുറത്ത് പോയിട്ട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ഞങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് പോവുക, ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഞാനും അതെ, അനഘി അതെ. അപ്പോൾ നമ്മുടെ ഇത് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ് മെയിൻലി, അതായത് ഹെൽത്ത് കെയർ, പ്യുവർലി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. ഐ മീൻ ഡോക്ടേഴ്സ്, നേഴ്സ്, ടെക്നീഷ്യൻസിനൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡായിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ കുറച്ച് മെമ്പേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 10:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി 11:30, 12 o'clock അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എടപ്പള്ളി ഇറങ്ങി ഞങ്ങൾ ഓട്ടോക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമൃത ഹോസ്പിറ്റൽ അറിയില്ല, ഇതുവരെ പോയിട്ടില്ല. സോ വിചാരിച്ചു ഓട്ടോയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ, അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓരോരുത്തരൊക്കെ വിളിച്ച് ടൈമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ പലരും, അതായത് നമ്മുടെ ക്യാൻഡിഡേറ്റ്സൊക്കെ പലരും പല പല ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സെൻസ് പല പല ബ്ലോക്കിലാണ്. ഒരൊറ്റത്താണ്, ഒരാളെങ്കിൽ വേറൊരു സ്ഥലത്ത്, അങ്ങനെയൊക്കെയാണ് അവർക്കും ഡ്യൂട്ടി ടൈമൊക്കെ ആയിരുന്നത്. പിന്നെ മീറ്റിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോസായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടു. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാനും ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡ്യൂട്ടി അവർ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് അവർ നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് നേഴ്സിനെയും പിന്നെ പഠിക്കണ, അതായത് ഡോക്ടറിന് പഠിക്കണ അവരെയൊക്കെ കുറച്ച് പേരെയൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ഷെഡ്യൂളെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കപ്പോൾ രണ്ടുപേർക്കും നല്ല വിശന്നിരിക്കുന്ന സമയം, പോരാത്തേക്കും നല്ല വെയിലും. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന്. അങ്ങനെ ടയേർഡായോ നീ? എന്താ വേണ്ടേ? എന്താ ഉള്ള നോക്ക്. കൊള്ളാം. അങ്ങനെ നീ ഫുഡ് എടുക്ക്. ഇതാണ് ഇവിടുത്തെ മാജിക് ജ്യൂസാണ് ഇപ്പോൾ മിസ്സിനെ കുടിച്ചിട്ടുള്ളത്. മാജിക് ജ്യൂസാണ്, പക്ഷെ ഇതിലെന്താണ് മുന്തിരി ടൈം, പക്ഷെ ഭയങ്കര പുളിയുണ്ട് അല്ലേ? നല്ല പുളിയുണ്ട്, കുഴപ്പമില്ല. ബട്ട് ഏറ്റവും നല്ലത് ഫ്രഷ് ലൈം ആയിട്ട് ഇത് മാജിക് ലൈം എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് മാജിക് ലൈം? കൊള്ളാവോ? ഭയങ്കര പുളി. അതൊന്ന് കാണിച്ചേ. ഇത് ഇത്രയും ഭാഗം കണ്ട മുന്തിരിയാണെന്നാ പറഞ്ഞേക്കണം, പക്ഷെ അത്ര അവിടെ ഒരു സുഖമില്ല. സോ അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനഘയുടെ ക്യാൻഡിഡേറ്റ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം മീറ്റ് ചെയ്ത് അവർ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ അവർക്ക് ഇറങ്ങി വരാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. എനിവേ നമ്മളതൊക്കെ ഹാൻഡിൽ ചെയ്ത് മീറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നിവിടെ മാർച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഹൈക്കോർട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു മാർച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫുൾ റാലി ആയിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. നീ കുടിച്ചോ?